ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മാജിക് മസാലയിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു അടിപൊളി ടേസ്റ്റിലുള്ള ബീട്രൂട്ട് തോരൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത്. ബീട്രൂട്ട് തോരൻ ഉണ്ടാക്കാനായിട്ട് എല്ലാവർക്കും അറിയായിരിക്കും. അപ്പോൾ ഇത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി തോരനാണ് കേട്ടോ. ഈ രീതിയിൽ ഒരു പ്രാവശ്യം ട്രൈ ചെയ്താൽ ഇതുപോലെ മാത്രമേ നിങ്ങൾ ഉണ്ടാക്കുകയുള്ളൂ. അത്രയ്ക്ക് ടേസ്റ്റാണ്, വളരെ പെട്ടെന്ന് ഉണ്ടാക്കുകയും ചെയ്യാം. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അതിന് മുമ്പായിട്ട് വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. നമുക്ക് റെസിപ്പിയിലോട്ട് കിടക്കാം. ഞാനിപ്പോൾ 3 ചെറിയ ബീട്രൂട്ടാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ ഒരു പീലർ വെച്ചിട്ട് ഇതിൻ്റെ തൊലി കളഞ്ഞെടുക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ. ഇതിൻ്റെ തൊലിയെല്ലാം ഒന്ന് കളഞ്ഞെടുക്കുന്നുണ്ട്. അപ്പോൾ ഒരെണ്ണം ഞാൻ തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് എല്ലാത്തിൻ്റെയും തൊലി കളഞ്ഞ് നന്നായിട്ടൊന്ന് കഴുകി എടുത്തിട്ട് വരാം. അപ്പോൾ ഇതാ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് റഫായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ റഫായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അത്ര വലിയ പീസസ് അല്ല, ഇതുപോലെയുള്ള ഏകദേശം പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് മിക്സിയുടെ ജാർ എടുക്കാം. അതിലേക്ക് ബീട്രൂട്ട് നമ്മൾ അരിഞ്ഞു വെച്ചത് മുഴുവൻ ഇട്ട് കൊടുക്കുന്നില്ല, പകുതിയോളം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. നമ്മൾ സവാള വഴറ്റിയെടുക്കുന്ന പരിപാടിയൊന്നുമില്ല ഇതിൽ. അപ്പോൾ ഇതിലേക്ക് ഡയറക്റ്റ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു ചെറിയ സവാള 4ആയിട്ട് കട്ട് ചെയ്തെടുത്തിരിക്കുന്നതാണ്, അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചിയും ഒരു ചെറിയ അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി എരിവിനായിട്ട് പച്ചമുളകാണ് ഇട്ട് കൊടുക്കുന്നത്. 8 പച്ചമുളകാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അധികം എരിവില്ലാത്ത മുളകായതുകൊണ്ടാണ്. മുളകിന് എരിവുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് കുറവ് ചേർത്ത് കൊടുത്താൽ മതി. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു ചെറിയ തേങ്ങയുടെ അരമുറി തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. അത് കഷ്ണങ്ങളാക്കിയിട്ട് ഇട്ട് കൊടുത്തിരിക്കുന്നതാണ്. അത് കുറച്ച് ഇട്ട് കൊടുക്കുക. ഇനി കുറച്ച് ബീട്രൂട്ടിൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുക. വീണ്ടും കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഒരു 2 ലെയറായിട്ട് നമുക്കിത് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് മിക്സിയുടെ വിപ്പ് ബട്ടൺ വെച്ചിട്ട് പ്രസ് ചെയ്തിട്ടാണ് ഇത് ക്രഷ് ചെയ്തെടുക്കേണ്ടത്. അല്ലാണ്ട് സ്പീഡ് ബട്ടൺ വെച്ചിട്ട് നമ്മൾ അടിച്ചെടുക്കരുത്, അപ്പോൾ ഓവറായിട്ട് അരിഞ്ഞു പോവും. അപ്പോൾ വിപ്പ് ബട്ടൺ വെച്ച് പ്രസ് ചെയ്തെടുത്താൽ നമ്മൾ കറക്റ്റായിട്ട് ബീട്രൂട്ടൊക്കെ ഗ്രേറ്റ് ചെയ്തെടുത്ത ആ രീതിക്ക് തന്നെ നമുക്ക് കിട്ടും. തേങ്ങയും എല്ലാതും കറക്റ്റായിട്ട് റെഡിയായിട്ട് കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ, അരിഞ്ഞൊന്നും പോയിട്ടില്ല കേട്ടോ, പൊടിയായിട്ടും പോയിട്ടില്ല. ഇനി നമുക്കിത് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ചൂടാവുമ്പോൾ കുറച്ച് കടുക് ഇട്ട് പൊട്ടിക്കാം. അതിനുശേഷം വറ്റൽമുളകും കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒന്ന് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ബീട്രൂട്ടില്ലേ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിൽ നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് ഇതിലേക്ക് ഈ സമയത്ത് ഇട്ട് കൊടുക്കാം. ഹൈ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് വെച്ചിട്ട് അടച്ചു വെച്ചിട്ട് ഒരു 2 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. 2 മിനിറ്റിന് ശേഷം തുറന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി വീണ്ടും ഒരു 3 മിനിറ്റ് സമയം നമുക്ക് തുറന്ന് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ ടോട്ടൽ ഒരു 5 മിനിറ്റാണ് കേട്ടോ എടുക്കുന്നത് ഈ ബീട്രൂട്ട് തോരൻ റെഡിയാക്കി എടുക്കാനായിട്ട്. 2 മിനിറ്റ് അടച്ചു വെച്ച് കുക്ക് ചെയ്യുക. അതിനുശേഷം 3 മിനിറ്റ് തുറന്നിട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്താൽ മതി. അപ്പോൾ അത് ഒട്ടും കുഴഞ്ഞൊന്നും പോവാതെ നല്ല അടിപൊളി തോരൻ നമുക്ക് റെഡിയായിട്ട് കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ബീട്രൂട്ട് തോരനാണ്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. നമുക്ക് ക്യാരറ്റും വേണമെങ്കിൽ ഈ രീതിയിൽ റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ക്യാരറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ തേങ്ങ ആദ്യം ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. അതിനുശേഷം വേണം ക്യാരറ്റ് ഇട്ട് കൊടുക്കാനേ. അല്ലെങ്കിൽ ക്യാരറ്റ് വളരെ സോഫ്റ്റ് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ നന്നായിട്ട് അങ്ങ് അരിഞ്ഞു പോവും.